PM ശ്രീയിലെ രാഷ്ട്രീയ കളിയിൽ ദുരിതത്തിലായി സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾ. ഇടതു വലതു മുന്നണികളുടെ രാഷ്ട്രീയ മുതലെടുപ്പിൽ വിദ്യാർത്ഥികൾക്ക് കിട്ടേണ്ട മികച്ച സൗകര്യങ്ങളാണ് നഷ്ടമാകുന്നത്. വലയുന്നതാകട്ടെ സാധാരണക്കാരന്റെ മക്കളും. ജനം ക്യാമ്പയിൻ കാണാം. ഇടത് വലതു മുന്നണികൾ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ കളി തുടരുകയാണ്. കേന്ദ്ര ഫണ്ട് മാത്രം ലക്ഷ്യം വെച്ച് പദ്ധതി ഒപ്പുവെച്ച ഇടത് സർക്കാരിന്റെ പിന്മാറ്റം കൃത്യമായ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിരുന്നു. ശേഷമാകട്ടെ UDF വന്നിട്ടും കാര്യമായ പുരോഗതി പദ്ധതി നടപ്പിലാക്കുന്ന കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. ലഭ്യമാകുന്ന കേന്ദ്ര ഫണ്ട് കേരളത്തിലേക്ക് എത്തിക്കാനോ വേണ്ട പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയിട്ടില്ല. കേന്ദ്ര സർക്കാരിനെ ലക്ഷ്യം വെച്ച് ഇടത് വലതു മുന്നണികൾ നടത്തുന്ന രാഷ്ട്രീയ കളിയിൽ വലയുന്നതാകട്ടെ സാധാരണക്കാരുടെ മക്കളാണ്. അടിസ്ഥാന സൗകര്യ വികസനത്തിനും വിദ്യാർത്ഥികളുടെ സ്വയം ഉന്നമനത്തിനുമായി നടപ്പിലാക്കുന്ന പദ്ധതി വഴി കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിലേക്ക് എത്തുക കോടികളാണ്. ഈ ഫണ്ട് വഴി സർക്കാർ സ്കൂളുകൾ മെച്ചപ്പെടാനും കൂടുതൽ വിദ്യാർത്ഥികളെ സർക്കാർ സ്കൂളുകളിലേക്ക് എത്തിക്കാനും വഴിവെക്കും. എന്നിരിക്കെയാണ് ഇടത് വലതു മുന്നണികൾ രാഷ്ട്രീയ കളി നടത്തി സാധാരണക്കാരായവരുടെ മക്കളുടെ ഭാവി തുലാസിലാക്കിയിരിക്കുന്നത്. ക്ലാസ് മുറികൾ, ലാബുകൾ, ലൈബ്രറി, ശുചിമുറികൾ, കുടിവെള്ളം തുടങ്ങിയ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക വഴി സർക്കാർ സ്കൂളിലേക്ക് കൂടുതൽ കുട്ടികൾ എത്തും. ഡിജിറ്റൽ പഠനം, ICT, സ്മാർട്ട് ക്ലാസ്, ഡിജിറ്റൽ പഠന സാമഗ്രികൾ തുടങ്ങിയവ കൂടുതൽ ഉപയോഗിക്കുന്നതിലൂടെ വിദ്യാർത്ഥികളുടെ പഠന രീതികൾ മെച്ചപ്പെടും. ശാസ്ത്ര പ്രായോഗിക പഠനം, മാലിന്യ സംസ്കരണം ഉൾപ്പെടെ സ്കൂളുകളിലേക്ക് എത്തുമ്പോൾ വിദ്യാർത്ഥികൾ സ്വയം പര്യാപ്തരാകുക കൂടിയാണ്. ഇതൊക്കെയാണ് ഇടത് വലതു മുന്നണികളുടെ പിടിവാശിയിൽ ഇല്ലാതാകുന്നത്. അതിനാൽ തന്നെയാണ് വിദ്യാർത്ഥികളുടെ കൊഴിഞ്ഞുപോക്ക് തടയാൻ PM ശ്രീ നടപ്പിലാക്കണമെന്ന ആവശ്യവും സാധാരണ കുട്ടികളുടെ ഉന്നമനത്തിനായുള്ള പ്രവർത്തനം വേണമെന്ന ആവശ്യവും ശക്തമാകുന്നത്. ജനം, തിരുവനന്തപുരം.